എന്താ ചോദിക്കണ്ട, അച്ഛൻ കുറച്ചാൾ ബോംബെയിലായിരുന്നു. പിന്നെ ഏതൊക്കെ രാജ്യത്ത് പോയിട്ട് എന്നെ പഠിപ്പിക്കാതെ ഒന്ന് കിടക്കണേ പോയിരുന്നില്ലേ? നാല് വെക്കാനോ അല്ലെങ്കിൽ വേട്ട ഉറക്കാനൊക്കെ പൊക്കൂടായിരുന്ന. ഹായ് ഫ്രണ്ട്സ്, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് തുടങ്ങിയാലോ? അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്, അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ആസ് രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് മാധുവിനെ കുളിപ്പിക്കാനുള്ള വെള്ളം ആദ്യം തിളപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് അവർക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേ, അമ്മൂന് സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പോയി വെള്ളം ചൂടാക്കാം. തലങ്ങലായിട്ട് കിടക്കാണ്. ഫസ്റ്റ് നമുക്ക് അതിന് വെള്ളം തിളപ്പിക്കാം. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സർപ്രൈസ് ഞാൻ ഇന്നലെ തന്നെ എടുത്ത് വെച്ചു. എന്താണ് ഫ്രിഡ്ജിലെന്നല്ലേ? ഇന്നലെ എടുത്ത് വയ്ക്കുമ്പോൾ ഊഹിക്കാലോ എന്തായിരിക്കും. ഗസ് വേറെ ഒന്നുമല്ല, റോസാപ്പൂവാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കൊടുത്തിട്ട് എണീപ്പിക്കാം. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ഒരാൾക്ക് കൊടുത്താൽ ശരിയാവില്ല, എൻ്റെ ജീവന് ഭീഷണിയാവും. അറിയാലോ, ഇവിടെ ചോരപ്പുഴ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിന് റോസാപ്പൂ എടുത്തിട്ട് രണ്ടുപേർക്കും കൂടി കൊടുക്കാം. മാധുവിനും അമ്മൂനും കൂടി കൊടുക്കാം. ഇത് ഞാൻ അതിന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ രണ്ടെണ്ണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മൂ, അമ്മൂസേ, ഹായ്. എനിക്ക് ടൈം പോയിട്ടാ. എനിക്ക് ഒരു പ്രാവശ്യം കണ്ണു പറഞ്ഞു 7 മണി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇഷ്ടപ്പെട്ടാ? അതില് ഇതുണ്ട് കേട്ടാ, മുള്ളുണ്ട്. ഇനി ഇതെന്റെ മൂക്ക് കൊടുക്കട്ടെ. നോക്കിക്കണോടി. എന്തുവാ വെള്ളം ചൂടാക്കാൻ വെച്ചാണ് എനിക്ക്. അയ്യോ, ഗുഡ് മോർണിംഗ്. ഹാപ്പി വാലന്റൈൻസ് ഡേ മധു. അമ്മൂന് കൊടുത്തില്ല. സന്തോഷായാ? മുള്ള എനിക്ക് ടൈം പോയി. മാധു എണീക്കുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ റോസ് വാങ്ങി തന്നിട്ടില്ല ചേട്ടനല്ലേ? റോസ് ഫസ്റ്റ് ടൈമാണ്. പിന്നെ സംസാരിക്കും. ശരിയാണ്, പരിപാടി ഉണ്ട്. നമുക്ക് ബാക്കി പിന്നെ പറയാം. ഓക്കെ. ഹായ്. അപ്പോൾ ജിൻചേട്ടൻ്റെ ടാസ്ക് ഇവിടെ തീർന്നു. മാധുരിനെ കുളിപ്പിച്ചാൽ മതി. ഇന്നലെ രാത്രി നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ വേണം അരച്ചെടുക്കാൻ. നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ എന്താ ചെയ്യാൻ, മടിയായിപ്പോയി. പക്ഷേ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഒരു തട്ടിൽ കുട്ടി ചീസ് ദോശ കേട്ടോ മാധുരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട്. അപ്പോൾ അതൊന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് കോളിഫ്ലവർ എടുത്തിട്ട് ഒന്ന് കഴുകി നീറ്റാക്കി വെക്കണം. വെള്ളത്തിലിട്ട് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ. ഒരു സവാള വേണം, 2 വെളുത്തുള്ളി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉഴുന്ന്. എൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ 2 പിടി കേട്ടോ, വെള്ളം അതില്ലാണ്ട്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു വടകളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഈസി ആട്ടോ, ഓട്ട വന്നില്ല. അത് മാത്രം ഒരു പ്രോബ്ലം ആയിപ്പോയി. ഈ സമയത്ത് ഞാൻ നമ്മുടെ ക്യാബേജിലല്ലോ കോളിഫ്ലവർ മൈദയും ഉപ്പും മുളകൊക്കെ ഇട്ട് പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചക്രം ഫ്രൈസ് ഇഞ്ചോട്ടം കരിച്ചില്ല ഞാൻ കേട്ടോ കേസ്. അതുകൊണ്ടാണ് ഹാർട്ടിൻ്റെ കമ്മലൊക്കെ. അങ്ങനെ മാധും ജിൻചേട്ടനും കൂടി സ്കൂളിലോട്ട് പോയി. ഇനി നമുക്ക് കുറച്ച് അലങ്കോലപ്പണികളും കൂടി ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞാൽ വർക്ക് ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ, അതാണ് പതിവ്. പക്ഷേ ഇനി മുതൽ നടക്കാൻ പോവാം, ഒന്ന് മോർണിംഗ് ഫ്രഷ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ നേരെ പാടത്തോട്ടിറങ്ങി ഗൈസ്. കാറൊക്കെ പൊക്കോളും. വാ, ഇനി ഫുഡ് കഴിക്കാൻ പോണ്ടേ? ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടിലല്ലോ? ഗൈസ്, പാടത്ത ഭംഗിയൊക്കെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ തപ്പിക്കൊണ്ടിരിക്കുന്നു? അവിടെ കുറച്ച് പേര് നിന്ന് എന്തെങ്കിലും വേറെ നടന്നാണ്. അമ്മു നാട്ടുകാരെ തെറി വിളിച്ച് അവരുടെ അടിയൊക്കെ കൊണ്ട് ഞാനും കൊണ്ട് വീട്ടിലല്ലോ. വേറൊന്നുമില്ല, സഹികെട്ട് പറഞ്ഞു. ഇത് ഒരു രക്ഷയിൽ എന്ത് സദാചാരം. ഇത് 2 ആണും പെണ്ണും കൂടി എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ നോക്കി
അവിടെ നിന്ന് ഒരു സാധനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്കറിയില്ല നമ്മുടെ നാട്ടുകാരാന്ന്. ഈ പല നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ എറണാകുളത്താണ് പ്രശ്നമല്ലേ? പ്രശ്നം മൊത്തം എറണാകുളം. അതൊക്കെ നിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മോർണിംഗ് റോസപ്പ് വന്നപ്പോ എന്താ ആദ്യമായിട്ട് തന്നതാണെന്നാ എന്തൊക്കെ പറയണ്ടായിരുന്നല്ലോ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണോ ഞാനൊരു ലെറ്റർ ചെറിയ കാർഡും ഇതൊക്കെ തന്നത്? ലെറ്റർ എഴുതിത്തതാണ്. അത് ഒറിജിനൽ അല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലേ? അതൊക്കെ ഞാൻ ഫ്രഷ് റോസ് കിട്ടിയ സന്തോഷത്തിൽ എനിക്ക് ആരും വാലന്റൈൻസ് ഡേക്ക് തന്നിട്ടില്ല ഗൈസ്. അപ്പൊ ഞാനും എന്റെ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്കും കിട്ടിയിട്ടില്ല സത്യം. നല്ലൊരു പ്രമേയം ഈ കമന്റ് കാണുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇട്ടേ കേട്ടോ, എനിക്ക് ഡൗട്ട് ഉണ്ട്. കമന്റ് വന്നിട്ട് ബാക്കി ഞാൻ പറയാം. വിശ്വസിക്കൂല, വിശ്വാസക്കുറവൊക്കെ ഉണ്ട്. കിട്ടിയിട്ടേ ഇല്ല എന്നൊക്കെ. അപ്പോഴൊക്കെ ബ്രേക്കപ്പ് ആയിരിക്കും. പോന്നോ ഫുഡ് കഴിക്കാൻ സ്പെഷ്യലായിട്ട് അമ്മ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് എല്ലാം പുറത്തുനിന്ന് കഴിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മള് നേരെ ആര്യസിലെത്തിട്ടോ. ഇവിടെ ഒട്ടും തിരക്കില്ലാത്ത ഹോട്ടലിൽ കയറിയേക്കണേ. അമ്മനെ പോലെ തന്നെ എല്ലാരും ഫുഡ് ഉണ്ടാക്കാത്തവരാ. എന്താ പനീർ മസാല ദോശയല്ലോ. പക്ഷെ അവിടെ ടെസ്റ്റ് നടന്നടാ. പനീർ മസാല ദോശ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നേരെ പ്ലെയിൻ മസാല ദോശ ആക്കിയിട്ട് ഒരു വടയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഇന്നൊരു പച്ചയായ വ്ളോഗാണ് ഗൈസ്. കുറേ പോർഷൻസ് അങ്ങനെ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുകയാണ്, ഒരു എഡിക്ഷനും ഇല്ലാണ്ട്. എന്താ ഇതുപോലെ എങ്ങനെ ഇറങ്ങും? ഞാൻ പോവാട്ടോ. കുറച്ച് പാർട്ട് ഞാൻ സെൻസർ ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സിന് ഒരു വൃത്തിയായിട്ട് മണമുണ്ട് ഗൈസ്. അത് പറഞ്ഞപ്പോ എന്തോ പെർഫ്യൂം അടിച്ച് ഒന്നും കൂടി തട്ടേ ചേച്ചിക്ക് കലക്കി ഒരെണ്ണം കൂടി വർക്ക് കഴിഞ്ഞ ഉടനെ ഒന്ന് കിടന്നുകൊണ്ട് ഇത്ര ടൈം എടുത്തു. കുളിച്ചാ? വലിയ കുഴപ്പമില്ല. ഞാൻ കുളിച്ചില്ല. ഞാൻ ഡെയിലി കുളിക്കണുണ്ട്. ഇന്ന് കുളിച്ചതിന്റെ അഹങ്കാരം അമ്മൂന് മുഖത്ത് കണ്ട ഇന്ന് കുളിച്ച അമ്മ, അതിന്റെ അഹങ്കാരം. എന്തിനാടി ഇങ്ങനെ? എന്നിട്ട് ഞാൻ കുളിക്കാത്ത ദിവസം എന്റെ കുളിച്ചാന്ന് ചോദിച്ചു. കറക്റ്റ് വീഡിയോ ഇട്ട ദിവസം. മതി 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 നിർത്തും. പക്ഷെ മുടി അയച്ചിട്ട് നല്ലായിരുന്നു കേട്ടാ. പക്ഷേ വേണ്ട, ആരും കാണില്ല താഴത്തോട്ട്. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. അങ്ങനെ നമ്മൾ നേരെ കാക്കനാടുള്ള പോളണ്ടിലോട്ടാണ് വന്നത്. പാസ്ത, സാലഡ്, ബോയിൽഡ് എഗ്സ് ഇതൊക്കെയായിരുന്നു കേട്ടോ ആ ഒരു ഡിഷിലുണ്ടായിരുന്നത്. നല്ല സ്മോക്ഡ് അപ്പോൾ പുള്ളി വന്ന് കൈട്ടിളക്കി തന്നു. കൈട്ടല്ല, സ്പോർക്കിട്ടിളക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കിയാൽ മതി. അടിപൊളിയായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പേര് മറന്നു പോയടാ, പിന്നെ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. സ്കൂൾ കുട്ടികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? ഇഷ്ടപ്പെട്ട? നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഇനിയും പോകണം, നമുക്ക് വേറെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അതെന്തായാലും പോണം കേട്ടോ. കാരണം ആദ്യം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ വീഡിയോ എക്കാനും കണ്ടാണ്ടല്ലോ നമ്മളെ കൊല്ലോള്. അത് മാത്രല്ല ചായക്ക് ഉപ്പര്. അതൊരു റീസൺ ആണ്. ബാക്കില്ലാത്ത റേറ്റ് കൊടുക്കാം. കടക്കാരെ ഓടിക്കുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാം ഫൈനൽ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പം സത്യം പറഞ്ഞ് ഈ ഡേ വ്ളോഗ് ആക്കേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം കുറേ വിഷ്വൽസ് നമ്മൾ റാൻഡംലി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെ പോലും നമ്മളിങ്ങനെ കുറച്ച് വിഷ്വൽസ് എടുത്ത് വെക്കും, ചിലത് പോസ്റ്റ് ചെയ്യും, ചിലതില്ല. പക്ഷേ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, വാലന്റൈൻസ് ഡേ വ്ളോഗ് വേണോ വേണ്ടേന്ന്. അപ്പം അതിനുള്ള റിപ്ലൈ ആണ് ഈ വ്ളോഗ് ഇട്ടോ. അതിനോടൊക്കെ നമ്മൾ വീട്ടിലെത്തി മുന്തിരി ജ്യൂസ് കുടിക്കാൻ പോകണം. നമ്മളിങ്ങനെ മുന്തിരി ജ്യൂസ് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. സ്റ്റോക്കിംഗ് ആണ് ഗൈസ്. ശരിയായില്ല. അതെ, പെർഫെക്റ്റ് ആയിട്ട് ആരോഗ്യം അടിച്ചു തരാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അടുപ്പിക്കുക. അത് പെർഫെക്റ്റ് ആയിട്ട് അതെ, കുരു വരെ അരിഞ്ഞു പോകും. ചള്ളിയാണ് ഉദ്ദേശിച്ചത് ഗൈസ്. നമ്മളൊന്ന് ചിരിച്ചു കൊടുക്കാം. പഠിപ്പിക്കാതെ ഒന്ന് കിടക്കടി. പെൺകുട്ടിയുടെ ലുക്കില്ലേ? നോക്ക് അമ്മോ, നമുക്ക് ശരിക്കും അവരുടെ ലുക്ക് ഉണ്ട്. മോണാലിസ മനസ്സിലായില്ലേ? ഇത് മറ്റേ വൈറലായില്ലേ, കുംഭമേളക്കൊക്കെ വന്നിട്ട് മാല വെച്ച കുട്ടി. ശരിക്കും സത്യമായിട്ട് ഇങ്ങനെ നോക്ക്. നിന്റെ അച്ഛൻ എവിടെയെന്ന് ബോംബെയിലുണ്ടായില്ലേ കുറച്ചാള്? പക്ഷെ മോണാലിസ പക്ഷെ അവിടെ അല്ലേ തോന്നല, ബീഹാരി.
നമ്മൾ ഉറങ്ങാൻ വേണം കുറച്ച്. ശരി, പിന്നെ കണ്ണ് നോക്കട്ടെ. അതിനേക്കാൾ നല്ല കണ്ണ് പെൺപിള്ളേര് ശരിക്കും ഇത് അതിനേക്കാൾ നല്ല പെൺപിള്ളേര് കേരളത്തിലുണ്ട്. നമ്മള് മാല വിൽക്കാനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് നമ്മള് വൈറലായില്ല. നിനക്ക് പോയിരുന്നില്ലേ മാല വെക്കാനോ അല്ലെങ്കിൽ വേട്ട വറക്കാനൊക്കെ പൊക്കൂടായിരുന്ന? അങ്ങനെ വരണ്ട. വീടിന്റെ അകത്തേനെ ഇരുന്ന് ആരും അറിയില്ല. സഹിക്കാൻ പറ്റണല്ലേ? അവര് നിങ്ങൾ തന്നെ പറയണം കേട്ടോ, കാരണം വേറെ ഒന്നുമില്ല. ഇതിന് മുന്നേ ഞാൻ വേറൊന്നും പറയാന്ന് വിചാരിച്ചത്, എന്നോട് മോശമല്ലെന്ന് വിചാരിച്ചിട്ടാ. വീഡിയോയിൽ കമന്റ് ഉണ്ട്, ഇത് മോഹൻദാസ് അറിയണ്ട ആ കാര്യം. ഇനിയിപ്പൊ അതും പോലെ മൈതി, കനിശ്രുതി, കള്ളക്കണ്ണന്റെ മകത്തട്ട് ന്യൂസ് ചാനൽ റീഡർ, അങ്ങനെ കുറെ പേര് പുതിയതല്ലേ. സുപ്രിയ അത് പൃഥ്വിരാജ് അറിയണ്ട. അറിയണം, പൃഥ്വിരാജ് വിഷമിക്കണം. പണ്ട് ഞാൻ ഡൈ ഹാർട്ട് ഫാനായിരുന്നു. അത് ശരി. അതിന് ഇപ്പൊ അവനൊരു കുറ്റബോധം തോന്നുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും കട്ട് പറയേണ്ടത് എന്ത് കണ്ടിട്ടാണ് ഈ കട്ട് എവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴേ ഞാൻ ഉള്ളോട് ചോദിക്കേണ്ട, അച്ഛൻ കുറച്ചാൾ ബോംബെയിലായിരുന്നു. പിന്നെ ഏതൊക്കെ രാജ്യത്ത് പോയിട്ട് മതി 5 മിനിറ്റ് കിടക്കാം. ഇപ്പൊ തന്നെ മധു റെഡിയായോ? നോക്കട്ടെ, കണ്ണടച്ചു. ഇനി നമുക്ക് മാധുരി നേരെ വയലിൻ ക്ലാസ്സിൽ കൊണ്ടേക്കാം. എന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകണം. കാരണം അവിടെ ചെന്നിട്ട് ഒരു റീൽ എടുക്കാനുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പോയിട്ടാണ് നിങ്ങൾ കാണുന്ന റീൽസൊക്കെ എടുക്കുന്നത് കേട്ടോ. റൊമാൻറ്റിക് റീൽസും കാര്യങ്ങളൊക്കെ കൂടുതലും നമ്മൾ ഇൻസ്റ്റയിലായിട്ട് ഇടാറ്. കാരണം പാട്ട് നമുക്ക് ഇവിടെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാം ഇൻസ്റ്റയിൽ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ IDs. അപ്പോൾ നിങ്ങൾ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഭയങ്കര താങ്ക് യു ഉണ്ട്. എങ്ങനെ അത് പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് വേണം നമ്മളുടെ വീഡിയോസ് കാണാൻ. മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ അത് എടുക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറ്റും.